Let's talk about labioplasty. Labia എന്ന് പറഞ്ഞാൽ രണ്ട് തരം. ഒന്ന് ലേബിയ മെജോറ, ലേബിയ മൈനോറ. ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ഹെയറുള്ള പാർട്ടാണ് ലേബിയ മെജോറ. അതിനൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ് ഉള്ളത്. ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ മെജോറയുടെ ഉള്ളിലുള്ള എതള് പോലത്തതാണ് ലേബിയ മൈനോറ. മോയ്സ്ചറൈസിങ്ങും ലൂബ്രിക്കേഷനും ഒക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ. യൂഷ്വലി ലേബിയ മെജോറ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഫാറ്റ് ലോസ് ഒക്കെ ആകുമ്പോൾ സാഗിങ് ഉണ്ടാവും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫില്ലേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റ്, അതായത് നമ്മളുടെ തന്നെ ഫാറ്റ് എടുത്തിട്ട് നമുക്ക് ലേബിയ മെജോറയിൽ ഇഞ്ചെക്ട് ചെയ്യാം. മൈനോറ വലുതും ആവാം ചെറുതും ആവാം. ചില ആൾക്കാർക്ക് ലേബിയ മൈനോറ വലുതായിട്ട് വജൈനൽ ഒറിഫേസ് ബ്ലോക്ക് ചെയ്യും, ഇൻഫെക്ഷൻ വരികയൊക്കെ ചെയ്യാം. അതേപോലെ ചില ആളുടെ രണ്ട് സൈഡിലുള്ള മൈനോറയുടെ സൈസ് സെയിം ആയിരിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് റിഡക്ഷൻ ചെയ്യാം, അതായത് ട്രിം ചെയ്യാം ലേബിയ സർജറി വഴി. അല്ല പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഫാറ്റ് കുറഞ്ഞിട്ട് കൊളാജൻ കുറഞ്ഞിട്ട് ലേബിയ മൈനോറ ഷ്രിങ്ക് ചെയ്ത ആൾക്കാർക്ക് നമുക്കിതുപോലെ ഫില്ലേഴ്സ് അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്കത് ലേബിയ മൈനോറ കുറച്ചുകൂടെ പ്ലംപ് ആക്കാം. അപ്പം ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കൂടി നമ്മൾ പറയുന്ന പേരാണ് ലേബിയോപ്ലാസ്റ്റി.